ഹലോ ഓൾ, ഡോക്ടർ നിയാസാണ് ഫ്രം ബാട്ടി കാലിക്കറ്റ്. നീറ്റ് MDS പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് സംസാരിക്കുന്നത്. അതും 2025 ഇയറിലെ ബാച്ചിലേക്ക്. നമുക്കറിയാം 2024 എക്സാം 2 മന്ത്സ് കഴിഞ്ഞ് എഴുതാൻ പോവുകയാണ്. അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അവർക്കുള്ള എക്സാം സീരീസിനെ കുറിച്ചൊക്കെ നമ്മൾ സ്ട്രോങ്ലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് വെരി റിലാക്സ്ഡ് ആയിട്ടുള്ള ടീമിനോടാണ് എനിക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. 2025 MDS നീറ്റ് എഴുതാൻ പോകുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൗസൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആവും. കേരളത്തിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെൻ്റൽ കോളേജിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് നീറ്റ് ആസ്പിരൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണ് നീറ്റ് കിട്ടുന്നതിൻ്റെ മാജിക് എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെ ഒരു മാജിക് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പഠിക്കേണ്ട കണ്ടൻറ്റ് എന്താണ്, ആ ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നീറ്റ് MDS കിട്ടുക എന്നുള്ളതാണ്. സോ ആ ഒരു മാജിക്കിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 2025 ഇയറിൽ ഏകദേശം നീറ്റ് വരാൻ പോകുന്ന ഫെബ്രുവരി മാർച്ച് ഏകദേശം ഈ റൗണ്ടിൽ തന്നെയാണ്. അതിലേക്ക് ഇനി നോക്കുകയാണെങ്കിൽ ഒരു വർഷം, അതായത് 12 മാസം പിന്നെയും 2 മാസം ഏകദേശം എടുക്കും എന്നുള്ളതാണ്. ഏകദേശം 14 മാസം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ എത്ര പ്രീ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി 2025 നീറ്റിലേക്കുള്ള പ്രിപ്പറേഷൻ സീരിയസ്ലി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സീരിയസ്ലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. പക്ഷേ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു വോൾ ഡേ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ഫുൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫുൾ മാസം നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ് അവിടുത്തെ ഒരു സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണ് ചിലപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 2-3 മാസം ഗ്യാപ്പിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെയുള്ള ആളുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ് 2025 നീറ്റ് MDS ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സമയം അറ്റ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെൽ പ്ലാൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 2026 പോകാണ്ട് തന്നെ 2025 തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, ഒരു ജിമ്മിലൊക്കെ ജോയിൻ ചെയ്ത ആൾ ഒരു 6 പാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആഗ്രഹം ഒരു പെട്ടെന്ന് കഴിയുന്ന കാര്യങ്ങളല്ല. അവർക്ക് ആ ജിമ്മായിട്ട് അഡാപ്റ്റ് ചെയ്യണം, അവരെ റുട്ടീൻ ലൈഫായി അത് മാറണം, അവർക്കുള്ള ഡയറ്റ് ഹാബിറ്റ് അതേപോലെ കൊണ്ടുവരണം. അതേപോലെ പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് നിങ്ങൾ പഠനത്തിൻ്റേതായ ഹാബിറ്റ്, നിങ്ങൾ ക്ലാസ് കാണുന്നതിൻ്റെ ഹാബിറ്റൊക്കെ ശീലിച്ച് വരാൻ അത്യാവശ്യം സമയം എടുക്കുന്നതാണ്. ഈ സമയമൊക്കെ റിലേറ്റീവ്ലി ഫ്രീ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ്, ഞാൻ എല്ലാ പോസ്റ്റിങ്ങും ഫ്രീ ആണ് എന്നല്ല പറഞ്ഞത്, OMS പോലുള്ള റഷ് ആയിട്ടുള്ള പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നന്നായിട്ട് അറിയാം. സ്റ്റിൽ ഈവനിങ് ഹവേഴ്സിൽ നൈറ്റിലൊക്കെ നിങ്ങൾ റിലേറ്റീവ്ലി ഫ്രീ ആണ്. ഈ സമയത്ത് സ്ലോലി നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സാവധാനം ഈ 14 മന്ത്സ് കൊണ്ട് ഒരു ഫുൾ 6 പാക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 പാക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 2025 നീറ്റ് MDS കിട്ടുക എന്നുള്ളതാണ്. ആൻഡ് 2026 1 ഇയർ നിങ്ങൾ അവിടെ സേവ് ചെയ്യാൻ ചെയ്തു എന്നുള്ളതാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ വളരെ റിലാക്സ് ആയിരിക്കുന്ന 2025 നീറ്റ് MDS അല്ലെങ്കിൽ 2026 നീറ്റ് MDS എഴുതിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ, നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ പ്രോപ്പർലി ഇപ്പം തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എഴുതാമെന്ന് വിചാരിച്ച മീറ്റിംഗ് നിങ്ങൾക്ക് ഒരു വർഷം മുന്നേ തന്നെ ഒരു ബെറ്റർ റാങ്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? സോ അതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് ആലോചിക്കുക. നമ്മുടെ കാലിക്കറ്റ് ബാട്ടിയിൽ അതിനുള്ള പ്രോപ്പർ പ്രിപ്പറേഷൻ, ഗൈഡൻസ്, മെൻറ്റർഷിപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സമയത്ത്, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 120 ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മളെ കൂടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആക്ച്വലി അതൊരു ബിഗ് നമ്പറാണ്. ഇതിന് തൊട്ട് മുന്നുള്ള വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളെ ഇത്രത്തോളം അട്രാക്റ്റ് ചെയ്യിക്കാനോ അവരെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇയറിൽ ഇത് മനസ്സിലാക്കി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സോ നിങ്ങളെ ചാൻസ് മിസ് ഔട്ട് ചെയ്യരുത്. ഏർലി സ്റ്റാർട്ടാണ് ഞാൻ പറയുന്നത്, ഇറ്റ്സ് ആൻ ഏർലി സ്റ്റാർട്ട്. പക്ഷേ ആ ഏർലി സ്റ്റാർട്ടിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 മന്ത്സ് കൊണ്ട് നീറ്റ് MDS നിങ്ങളെ കൈക്കുള്ളിലാക്കുക എന്നുള്ളതാണ്. സോ നേരത്തെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ കൂടെ ഉണ്ട്. അവരെ കൂടെ എക്സാം എഴുതി ഇപ്പോൾ തന്നെ പരിശീലിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ് റൂം വെച്ച് കാണാം. താങ്ക് യു.